ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾ ലവ് ബേഡ്സിനെ വളർത്തുന്നവരാണോ? അല്ല, നിങ്ങൾ ലവ് ബേഡ്സിനെ മേടിക്കാൻ പോവുകയാണെങ്കിലും ഈ കാര്യം ചുമ്മാ ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. വേറൊന്നുമല്ല, നമ്മൾ ലവ് ബേഡ്സിനെയൊക്കെ മേടിച്ച് കൊണ്ടുവന്ന് ഇട്ട് കഴിയുമ്പം കുറേ നാൾ കഴിയുമ്പം ലവ് ബേഡ്സ് മാത്രം പോലെ നമുക്ക് വേറൊരു കിളീനെയും കൂടെ ഇവരുടെ കൂട്ടത്തിൽ ഇടണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ ഏത് ബേഡിനെ പോയി മേടിച്ചിടാൻ പറ്റും. അതായത് ഇവരുടെ കൂട്ടത്തിൽ ഇടാൻ പറ്റുന്ന ബേഡ്സും ഉണ്ട്, ഇടാൻ പറ്റാത്ത ബേഡ്സും ഉണ്ട്. ഇവരുടെ സ്വഭാവം പറയുകയാണെങ്കിൽ ഇവരുടെ ബ്രീഡിംഗ് ടൈമിലൊക്കെ ഇവർ അത്യാവശ്യം നല്ല രീതിക്ക് ദേഷ്യമുള്ളൊരു ബേഡാണ്. അതായത് ഒരു ബ്രീഡിംഗ് ബോക്സിന് വേണ്ടിയും ഒരു ബേഡിന് വേണ്ടി ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തലരൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ നല്ല രീതിക്ക് ഫൈറ്റും ചെയ്യും. അപ്പോൾ ഇതൊന്നും അറിയാതെ നിങ്ങൾ വേറെ ബേഡ്സിനെ മേടിച്ച് കൊണ്ടിട്ട് കഴിഞ്ഞാൽ ഇവർ നല്ല രീതിക്ക് അറ്റാക്ക് ചെയ്ത് അവരെ കൊന്നു കളയാറുണ്ട് ചില സമയത്ത്. അത് നമ്മളെ മെയിനായിട്ടും വരുന്ന ഫിഞ്ചസിനാണ്. കാരണം ലവ് ബേഡ്സിൻ്റെയും ഫിഞ്ചസിൻ്റെയും ബ്രീഡിംഗ് പോട്ടൊക്കെ ഏകദേശം ഒരേ വലുപ്പത്തിലൊക്കെ തന്നെ വരും. ഒരേ വലുപ്പത്തിൽ അല്ലെങ്കിലും ഈ ഫിഞ്ചസ് പോയിട്ട് ഈ ലവ് ബേഡ്സിൻ്റെ കൂടിനുള്ളിൽ പോയിട്ട് നെക്സ്റ്റ് മെറ്റീരിയലൊക്കെ വെച്ച് കൂടൊക്കെ കെട്ടി ബ്രീഡിങ്ങിന് വേണ്ടി റെഡി ആകാറൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെയൊക്കെ വന്നു കഴിയുമ്പം ഇവർക്കത് ഇഷ്ടപ്പെടാതെ വരും. നല്ല രീതിക്ക് ഫൈറ്റ് നടക്കും. ഫിഞ്ചസ് എന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നത്തിനും പോകാത്ത ബേഡ്സാണ് ഈ ഫിഞ്ചസ്. ഒരു വഴക്കില്ല, അങ്ങനെ ഒരു പ്രശ്നങ്ങളും ഇല്ലാത്ത ബേഡ്സാണ് ഫിഞ്ചസ്. പക്ഷേ അതേപോലെ തന്നെ പെട്ടെന്ന് ഇവർക്ക് രക്ഷപ്പെട്ട് പറന്നു പോകാനോ അതേപോലെ ഫൈറ്റ് ചെയ്ത് നിൽക്കാനൊന്നും പറ്റത്തില്ലാത്തതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇവരെ കടിച്ച് കൊന്നു കളയും. അത് ഈ ലവ് ബേഡ്സിൻ്റെ കേസിൽ ഒരുപാടുണ്ട്. ഈ നോർമലായിട്ട് ലവ് ബേഡ്സിൻ്റെ പേരിനെ തന്നെ ഇവർ ചില സമയങ്ങളിൽ കടിച്ച് കൊല്ലാറുണ്ട്. അല്ലെങ്കിൽ ഇടയ്ക്ക് നടക്കുന്ന ഫൈറ്റിനകത്താണേലും കടിച്ച് കൊന്നു കളയാറുണ്ട്. അപ്പം അതുകൊണ്ട് ലവ് ബേഡ്സിൻ്റെ കൂടെ ഫിഞ്ചസിനെ ഇടാതിരിക്കുന്നതാണ് നല്ലത്. അഥവാ ഇടുവാണേലും അത്യാവശ്യം വലുപ്പമുള്ളൊരു കൂട്ടിലൊക്കെ ആണെങ്കിൽ വലിയ പ്രശ്നമൊന്നുമില്ലാതെ നടക്കും. അതേപോലെ ബ്രീഡിംഗ് പോട്ടും കാര്യങ്ങളൊക്കെ വെച്ച് കൊടുത്ത് നിർത്തുവാണെങ്കിൽ ഒരു പ്രശ്നവുമില്ല. നമുക്ക് ഇവരുടെ കൂട്ടത്തിൽ ഇടാൻ പറ്റുന്ന ബേഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോക്ടെയിലിനെ ഇടാം, ആഫ്രിക്കൻ ലവ് ബേഡിനെ ഇടാം, കുന്യൂർസിനെ ഇടാം. ഇവരെക്കാളും അത്യാവശ്യം വലുപ്പത്തിൽ കൂടുതലുള്ള ബേഡ്സിനെ ഇടുന്നതാണ് ഏറ്റവും നല്ലത്. നമ്മൾ വലിയ ഫൈറ്റും കാര്യങ്ങളും ഒന്നുമില്ലാതെ തന്നെ അങ്ങ് പൊക്കോളും. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. ഞാൻ ഏറ്റവും കൂടുതൽ വീഡിയോസ് ഇടുന്നത് ബേഡ്സിനെ കുറിച്ചും ഫിഷിനെ കുറിച്ചുമാണ്. നിങ്ങൾക്ക് ബേഡ്സിന് എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അറിയാവുന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു തരുന്നതാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് തരിക, നമ്മുടെ ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.